ഇസ്രായേൽ രാജ്യത്തിന്റെ ചരിത്രത്തെ ആകെ മാറ്റി എഴുതിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചത് ഒരു സാധാരണക്കാരി സ്ത്രീയാണ്. പേര് ഹന്ന. അവൾ പ്രാർത്ഥിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എനിക്ക് വേണ്ടി ഇടപെടണമേ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ എന്ന് പറയുന്ന ആ വാക്ക് ആദ്യം കാണുന്നത് 1 ശമൂവേൽ 1-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഹന്നയുടെ പ്രാർത്ഥനയിലാണ്. എന്ന് പറഞ്ഞാൽ തനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കാത്തു നിൽക്കുന്ന സ്വർഗീയ സൈന്യം, ദൈവത്തിന്റെ സ്വർഗീയ സൈന്യമുണ്ടെന്ന് അവൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞിരുന്നു. എലീശ പ്രവാചകൻ ശക്തമായി പ്രാർത്ഥിക്കുന്നത് അരാമ്യ പടക്കൂട്ടങ്ങൾ തങ്ങൾക്ക് നേരെ ചുറ്റി വരുമ്പോൾ എലീശയുടെ ശിഷ്യന്റെ കണ്ണു തുറക്കുവാനുള്ള എലീശയുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ദൈവമേ, ഇവന്റെ കണ്ണു തുറക്കണമേ. ആ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് ദൈവത്തിന്റെ സൈന്യം എന്തിനും തയ്യാറായി അവിടെ നിൽക്കുന്നതാണ്. അതുമാത്രമല്ല, ദാവീദ് ആട്ടിടയനിൽ നിന്ന് രാജാവായി വരുന്നതിന്റെ തടസ്സം അതിലേക്ക് വഴി തുറന്ന ഗോലിയാത്ത്, ആ ഗോലിയാത്തിന്റെ നേരെ ദാവീദ് ചെല്ലുന്നതും ഈ ഒരു തിരിച്ചറിവിലാണ്. ഞാൻ നിന്റെ നേരെ വരുന്നത് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിലാണ് എന്ന് പറഞ്ഞാൽ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സ്വർഗീയ സൈന്യമുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ അധരത്തിലൂടെ ഞാൻ അതിനെ ഒന്ന് ചലിപ്പിക്കുകയാണ്, അതിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. യേശു അപ്പോൾ പറഞ്ഞതും ഇങ്ങനെയാണ്, എനിക്ക് വേണ്ടി പോരാടുവാൻ 12 ലഗ്യോനിലും അധികം ദൂതന്മാർ എൻ്റെ വാക്ക് കാത്ത് എൻ്റെ ചുറ്റും നിൽപ്പുണ്ട്. ഇന്ന് നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്. നാം എത്ര പ്രതിസന്ധിയിലായി പോയാലും ഒരു സ്വർഗീയ സൈന്യം നമുക്ക് ചുറ്റുമുണ്ട്. ദൈവത്തിന്റെ, പിതാവായ ദൈവത്തിന്റെ, രാജാവായ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് കാതോർത്ത് നമുക്ക് വേണ്ടി പ്രത്യേകമായി ഇടപെടാൻ ഒരു സ്വർഗീയ സൈന്യം നിൽപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഇടപെടണമേ. ആ പ്രാർത്ഥനയിൽ സ്വർഗത്തിലെ ആർമി, സ്വർഗീയ സൈന്യം നമുക്ക് വേണ്ടി ചലിക്കുവാൻ ഇടയാകും. നമുക്ക് വേണ്ടി ശത്രുവിനെതിരെ യുദ്ധം ചെയ്ത് ഏത് യുദ്ധമായിരുന്നാലും നാം ജയിക്കും. നാം ഭയപ്പെടേണ്ട. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ സബോ.